വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 16-ാം ഞായർ ദിവ്യബലി മധ്യേ നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസ് 6-ാം അധ്യായം 30 മുതൽ 34 വരെ വാക്യങ്ങളാണ്. ദൗത്യ നിർവഹണവുമായി പുറപ്പെട്ട 12 പേർ മടങ്ങി വരുന്ന കാര്യം അവതരിപ്പിച്ചുകൊണ്ട് മർക്കോസ് ശിഷ്യരുടെ ദൗത്യത്തെക്കുറിച്ചുള്ള വിവരണം ഉപസംഹരിക്കുന്നു. തുടർന്ന് അപ്പം വർദ്ധിപ്പിക്കൽ സംഭവത്തിന് ഒരു ആമുഖം നൽകുന്നതാണ് ഇന്നത്തെ വചനഭാഗം. അപ്പം മുറിക്കൽ സംഭവത്തിന് മർക്കോസ് 3 വിധത്തിൽ വേദി ഒരുക്കുകയാണ്. ഒന്നാമതായി, ഒരു വിജന സ്ഥലത്ത് വിശ്രമിക്കാൻ യേശു ശിഷ്യരെ ക്ഷണിക്കുന്നതാണ്. ദൗത്യനിർവഹണം കഴിഞ്ഞ് ശിഷ്യർ യേശുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അവിടുത്തെ അറിയിച്ചപ്പോൾ ഒരു വിജന സ്ഥലത്തേക്ക് യേശു അവരെ ക്ഷണിക്കുന്നു. കാരണം യേശുവും ശിഷ്യരും ആയിരുന്ന സ്ഥലത്ത് അനേകം ആളുകൾ വരികയും പോകുകയും ചെയ്തിരുന്നതിനാൽ ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. വിജനസ്ഥലം സുവിശേഷത്തിന്റെ ആദ്യ അധ്യായത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് വിജന സ്ഥലത്താണ് യേശു 40 ദിവസം ചിലവിട്ടത്. കൂടാതെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചതിനു ശേഷം വിജന സ്ഥലത്തേക്കാണ് യേശു പ്രാർത്ഥിക്കാൻ പോയത്. 1:35. യേശു ശിഷ്യരെ വിജന സ്ഥലത്തേക്ക് ക്ഷണിക്കുന്നത് അവിടുന്ന് ഏകാന്തതയിൽ അഥവാ പ്രാർത്ഥനയിൽ ആയിരുന്നത് പോലെ അവരും ശിഷ്യരും ആയിരിക്കാൻ വേണ്ടിയാകണം. കാരണം നിങ്ങളൊരു വിജന സ്ഥലത്തേക്ക് വരുവിൻ എന്ന പ്രയോഗം വേർപിരിഞ്ഞ് ഏകാന്തമായി രഹസ്യമായി ആയിരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം ശിഷ്യരെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന വിവരണങ്ങൾ മർക്കോസ് നൽകുന്നത് യേശു ശിഷ്യർക്ക് ഉപദേശം നൽകുന്ന സന്ദർഭങ്ങളിലാണ്. 4:10 ഉദാഹരണമായി കാണാം. അപ്രകാരം അപ്പം വർദ്ധിപ്പിക്കൽ സംഭവം ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് മർക്കോസ് വിവക്ഷിക്കുകയാണ്. അപ്പം വർദ്ധിപ്പിക്കൽ സംഭവത്തിന് ഒരുക്കപ്പെടുന്ന രണ്ടാമത്തെ വേദി യേശുവും ശിഷ്യരും വിജന സ്ഥലത്തേക്ക് പോകുന്നതും ജനം അവരെ അനുഗമിക്കുന്നതുമാണ്. യേശു പറഞ്ഞതനുസരിച്ച് ശിഷ്യർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോകുന്നു. ശിഷ്യർ പോയ സ്ഥലത്തിന് ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം ഇവിടെ നൽകപ്പെടുന്നില്ല. ശിഷ്യർ വിജന സ്ഥലത്താണെന്നാണ് മർക്കോസ് പറയാൻ താല്പര്യം കാട്ടുന്നത്. കാരണം അവിടെയാണ് അപ്പം വർദ്ധിപ്പിക്കൽ സംഭവം നടക്കാൻ പോകുന്നത്. ശിഷ്യർക്ക് അതിൽ സുപ്രധാനമായ ഒരു പങ്ക് നിർവഹിക്കുവാനുണ്ട് എന്ന് മർക്കോസ് കണക്കാക്കുന്നു. എന്നാൽ ജനക്കൂട്ടം അവർ യാത്ര ചെയ്യുന്ന വഞ്ചി കാണുകയും യേശുവും ശിഷ്യരും എത്തിച്ചേരേണ്ട സ്ഥലത്ത് അവർക്ക് മുമ്പേ വരികയും ചെയ്യുന്നു. സുവിശേഷത്തിന്റെ ആദ്യ അധ്യായത്തിൽ വിജന സ്ഥലത്ത് ആയിരുന്ന യേശുവിനെ ജനക്കൂട്ടം അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയും ജനക്കൂട്ടം വിജന സ്ഥലത്തേക്ക് യാത്രയായ യേശുവിനെയും ശിഷ്യരെയും അന്വേഷിക്കുന്നു. എല്ലാ പട്ടണങ്ങളിൽ നിന്നും ജനങ്ങൾ യേശുവിനെ അന്വേഷിക്കുന്നത് യേശുവിൻ്റെ ആ പ്രദേശത്തുണ്ടായിരുന്ന വലിയ ജനപ്രീതിയെ സൂചിപ്പിക്കുന്നു എന്ന് വേണം നാം കരുതാൻ. യേശുവിൻ്റെ സ്വന്തം പട്ടണത്തിലെ ജനത്തിൻ്റെ നിഷേധാത്മകമായ പ്രതികരണത്തിന് വിരുദ്ധമായി 1 മുതൽ 6 വരെ വാക്യങ്ങൾ ഇവിടെ ജനക്കൂട്ടം യേശുവിനോട് ശരിയായി പ്രതികരിക്കുന്നുവെന്ന് മർക്കോസ് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്രകാരം വിജന സ്ഥലത്തുള്ള ശിഷ്യരുടെയും ജനക്കൂട്ടത്തിൻ്റെയും കൂടിവരവ് അപ്പം വർദ്ധിപ്പിക്കുന്നതിനുള്ള മറ്റൊരു വേദിയായി നിലകൊള്ളുകയാണ്. അപ്പം വർദ്ധിപ്പിക്കൽ സംഭവത്തിന് മർക്കോസ് നൽകുന്ന മൂന്നാമത്തെ വേദി
യേശുവിന് ജനത്തോട് അനുകമ്പ തോന്നുന്നതാണ്. യേശു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നാൻ കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. ഇടയനില്ലാത്ത ആടുകൾ എന്ന രൂപകം ജനത്തിന്റെ പൊതുവായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഉദാഹരണമായി, ദൈവത്തിന്റെ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയി പോകാതിരിക്കാൻ മോശ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. സംഖ്യ 27:16. ഇസ്രായേൽ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിക്കപ്പെട്ടതിനെ കുറിച്ച് പ്രവാചകന്മാർ ആവലാതിപ്പെടുന്നുണ്ട്. 1 രാജാക്കന്മാർ 22:17, എസെക്കിയേൽ 34:5. എന്നാൽ കർത്താവ് ഇടയനായി നിന്ന് ജനത്തിന് പുതുയുഗം വാഗ്ദാനം ചെയ്യുമെന്ന് എസെക്കിയേൽ പ്രവാചകൻ വ്യക്തമാക്കുന്നുണ്ട്. എസെക്കിയേൽ 34:11-16 വരെ. മർക്കോസ് ഇടയൻ എന്ന വാക്ക് നൽകുന്നത് പഴയ നിയമത്തിൽ ദൈവത്തിന് ജനത്തിന്റെ മേലുണ്ടായിരുന്ന ഇടയസ്ഥാനം യേശു ഏറ്റെടുക്കുകയാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ട ക്രിസ്തുത്വമുള്ള ഇടയനാണ് യേശു, മെസ്സായ. അവിടുന്ന് ജനത്തെ തൻ്റെ അധ്യാപനത്താലും സമൃദ്ധമായ ഭക്ഷണത്താലും പരിപോഷിപ്പിക്കും. ഈ കാഴ്ചപ്പാടിലാണ് ഇടയനില്ലാത്ത ആടുകളോട് യേശുവിന് തോന്നിയ അനുകമ്പ നാം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. യേശുവിൻ്റെ മാനുഷിക വികാര പ്രകടനമെന്നതിലുപരി അവിടുത്തെ ക്രിസ്തുത്വ സ്വഭാവം, മെസ്സയാനിക് നേച്ചർ വെളിവാക്കാൻ മർക്കോസ് ഇവിടെ ഉദ്ദേശിക്കുന്നു. അങ്ങനെ പ്രസ്തുത വചനഭാഗം മർക്കോസ് എഴുതിയത് അപ്പം വർദ്ധിപ്പിക്കൽ സംഭവം മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് നമുക്ക് അനുമാനിക്കാം. പ്രിയമുള്ളവരെ, ഏകാന്തമായ സ്ഥലത്ത് പോയി വിശ്രമിക്കുവാനും ഒരു ദിവസത്തിൽ കുറച്ചു സമയം പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചെലവഴിക്കുവാനും ഈ വചനം നമ്മെ ക്ഷണിക്കുകയാണ്. ആത്യന്തികമായി അത് പ്രാർത്ഥനയിലേക്കുള്ള ക്ഷണമാണ്. എല്ലാത്തിനുമുപരി പ്രാർത്ഥന വെറും ജോലിയല്ല, അത് ദൈവവുമായുള്ള കൂടിക്കാഴ്ചയാണ്. വിരാമ സമയങ്ങൾ, ഉന്മേഷത്തിന്റെ ഇടങ്ങൾ എന്നിവ പങ്കിടാൻ ഇതിലും മികച്ച പങ്കാളിയെ നമുക്ക് ലഭിക്കുമോ? ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.